ഈ അസൂയ എന്ന് പറയുന്നത് അവരെ നാവിൻ്റെ നിന്നും പ്രാക്കായിട്ടും ദൃഷ്ടിയിൽ നിന്നും ദൃഷ്ടിദോഷമായിട്ട് വരുന്ന ഒരു ദോഷമുണ്ട്. അത് ഭയങ്കര അതിശക്തമാണ്. ഞാൻ എത്ര അഭിനയിച്ചാലും മറ്റുള്ളവരുടെ ഞാൻ വലിയവനാണ് അഭിനയിച്ച കാര്യമില്ല. എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ ഞാൻ തോറ്റ ഒരാളാണെങ്കിൽ തീർച്ചയായും എനിക്ക് വൈരാഗ്യം ഉണ്ടാവും. രോഗം വന്നു ഡോക്ടർ പറയണം നിങ്ങൾ 5 ദിവസം ആൻറ്റിബയോട്ടിക്കും മറ്റുള്ള ഗുളികകൾ ചെയ്തു. അപ്പോൾ ആൻറ്റിബയോട്ടിക്കാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആരാഴ്ചാൽ ഭദ്രകാളിയാണ്. കരിങ്കാളി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയിട്ട് 3 ആഴ്ച തുടർച്ചയായിട്ട് ശത്രുദോഷം എന്ന് പറഞ്ഞ് നമ്മളെ പലരും പേടിപ്പിക്കാറുണ്ട്. അതെ. അപ്പം നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്? അതായത് നമ്മളെ ശത്രു നമ്മൾ തന്നെയാണ്. ശത്രുദോഷം എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളിൽ മറ്റുള്ളവർക്ക് വരുന്നൊരു അസൂയുണ്ട്. അതാണ് ശത്രുദോഷം. ഈ അസൂയ എന്ന് പറയുന്നത് അവരെ നാവിൻ്റെ നിന്നും പ്രാക്കായിട്ടും ദൃഷ്ടിയിൽ നിന്നും ദൃഷ്ടിദോഷമായിട്ട് വരുന്ന ഒരു ദോഷമുണ്ട്. അത് ഭയങ്കര അതിശക്തമാണ്. അതിലാണ് ഇവർ കുടുങ്ങുന്നത്. പക്ഷെ ഇതെന്ത് ചെയ്തു വെച്ചാൽ അത് പറയുമ്പോൾ ആൾക്കാർക്ക് ഗൗരവം ഉണ്ടാവില്ല. അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് പറയുമ്പോൾ അത് പറയുമ്പോൾ തന്നെ ജ്യോത്സ്യന് ഇഷ്ടപ്പെടില്ല. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ എൻ്റെ ശത്രുവാണോ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ എന്താ ശത്രു വെച്ചാൽ അതായത് നമ്മളിപ്പോൾ അസൂയ എന്ന് പറഞ്ഞ സംഗതിയിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ അസൂയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങൾക്ക് വന്ന സുഖം എനിക്ക് വന്നില്ലല്ലോ എന്നുള്ള സ്വകാര്യമായ വേദനയാണ് അസൂയ അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അസൂയേൻ്റെ ഒരു വിഷയം വന്നോട് കൂടിയിട്ടാണ് ഈ ശത്രുദോഷം വരുന്നത്. അപ്പോൾ ഈ ശത്രുദോഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരാൾ പറഞ്ഞാൽ പറ്റും, ഒരാൾ പ്രാഗിയെ പറ്റും. മനുഷ്യനാണ് മനുഷ്യൻ്റെ ശത്രു. അതായത് ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എനർജി പാസിംഗ് ആണ്. അതാണ്. അതായത് നമ്മൾക്ക് നെഗറ്റീവ് നമ്മൾ പറയണം. ഇപ്പോൾ ഒരാൾ പറയാണ് അവൻ നശിച്ചു പോട്ടെ എന്നൊരു കുറച്ച് പ്രാവശ്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് സംഭവിക്കുകയാണ്. അപ്പം ഞാനൊരു സംശയം ചോദിച്ചിട്ട്, ഇപ്പോൾ സപ്പോസ് സാർ എന്നെ പറ്റി അതുപോലെ നീ നശിച്ചു പോട്ടെ എന്ന് ഒരു 10 പ്രാവശ്യം പറഞ്ഞപ്പോൾ സാറിലേക്കും വരില്ലേ എനർജി? അല്ല, എനർജി എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ മാഡത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയും നശിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ അതിന് സത്യസന്ധമായിട്ടൊരു കാരണം ഇതാണ്. കാരണം എനിക്ക് ഒന്നും ആകാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ മാഡത്തിൻ്റെ പൊസിഷനിലെത്തി, ഞാനൊരു പൊസിഷനിലെത്തിയില്ല, എനിക്കൊന്നും നേടാൻ കഴിയില്ല. എൻ്റെ മനസ്സിൻ്റെ ഇതിൽ നിന്ന് ഞാൻ തോറ്റുപോയി. ഞാൻ എത്ര അഭിനയിച്ചാലും മറ്റുള്ളവരുടെ ഞാൻ വലിയവനാണ് അഭിനയിച്ച കാര്യമില്ല. എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ ഞാൻ തോറ്റ ഒരാളാണെങ്കിൽ തീർച്ചയായും എനിക്ക് വൈരാഗ്യം ഉണ്ടാവും. ഈ വൈരാഗ്യമാണ് ഇതായി വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായ നെഗറ്റീവ് വരും. ഈ ഒരു സംഭവമാണ് ശത്രുദോഷം വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചു, നമുക്കൊരു രോഗം വന്നു, അത് കൂടി പറയാം. രോഗം വന്നു ഡോക്ടർ പറയണം നിങ്ങൾ 5 ദിവസം ആൻറ്റിബയോട്ടിക്കും മറ്റുള്ള ഗുളികകൾ ചെയ്തു. അപ്പോൾ ആൻറ്റിബയോട്ടിക്കാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആരാഴ്ചാൽ ഭദ്രകാളിയാണ്. കരിങ്കാളി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയിട്ട് 3 ആഴ്ച തുടർച്ചയായിട്ട് ചൊവ്വ വെള്ളി അവിടെ സ്ഥിരമായിട്ട് വഴിപാട് ചെയ്യണം. മിക്ക ആൾക്കാർ തരാന്ന് വെച്ചാൽ ഒരു ചൊവ്വാഴ്ച പോകും, അത് ചെയ്യും, പോരും, കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ 5 ദിവസം കഴിക്കണം എന്ന് പറഞ്ഞല്ലോ, കോഴ്സാണ്. ഈ കോഴ്സ് മാതിരി 3 ആഴ്ചയാണ് ഇതിൻ്റെ കോഴ്സ്. ഇത് ചെയ്താൽ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. അതാണ് സംഭവം. അതിൽ പ്രധാന വിഷയം ദേഹമുട്ടാണ്. ദേഹമുട്ടിനാലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. കാരണം നമ്മൾ ദേഹമുട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ദേഹമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിന് മുട്ടാണ്. ആ ദേഹമുട്ട് നമ്മൾ അറക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗുണം വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശത്രുദോഷം ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നുള്ളത് ക്ഷേത്രത്തിൽ രീതി ഉണ്ടാവും. ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി ശത്രു നശിക്കുക എന്നല്ല, ശത്രുവിനെ കൊല്ലുക എന്നുള്ളതല്ല. ശത്രുവിൻ്റെ മനസ്സിൻ്റെ ആ ഇതുണ്ടല്ലോ, ദുഷ്ടത, അതിനൊരു പരിഹാരമാണത്. അതായത് അസൂയ കുറയ്ക്കുക അയാളെ മനസ്സിൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് പറയും, ശത്രു സംഹാരത്തിൻ്റെ കൂടെ നിങ്ങളൊരു ഐക്യമത്യം കൂടി ചെയ്തോളൂ, ഒരു ഐക്യമുട്ടും കൂടി അർത്ഥമുള്ളൂ. കാരണം ശത്രുവിന് നമ്മളോടൊരു താല്പര്യം വരട്ടെ, അല്ലാണ്ട് ശത്രുവിനെ നമ്മൾ കൊല്ലണ്ട. പക്ഷെ ഇവർ വിചാരിച്ചു ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ അപ്പം അടുത്ത് തന്നെ ശത്രു സംഹരിച്ചു. അതാണ് വിഷയം, സംഭവം. അപ്പം അങ്ങനെ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. അപ്പം ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് ഇന്ന മൂർത്തികൾ ഇന്ന സംഭവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്കതൊരു ഗൗരവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. സംഗതി ഇതാണ്, നെഗറ്റീവ് എനർജിയാണ് ഈ വിഷയം. അപ്പം ഇപ്പം നമ്മൾക്ക് ഒരാളെ വാക്കും
കണ്ണാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പോൾ മേഡത്തിന് ഒരു ഉദാഹരണം പറയാം. ഒരു തോട്ടം, മുന്തിരിത്തോട്ടായിക്കോട്ടെ, കുമ്പളങ്ങാത്തോട്ടായിക്കോട്ടെ, എല്ലാ തോട്ടം, ഈ തോട്ടത്തിൽ അവിടെ ഒരു ഇത് വയ്ക്കും, കരിങ്കണ്ണ നോക്കരുത്. അതിൻ്റെ ഉദ്ദേശം കോലം. അതിൻ്റെ എന്താ ഉദ്ദേശം? ഇതിൻ്റെ ഉദ്ദേശം. കാരണം ഫസ്റ്റ് കാര്യം അങ്ങോട്ട് പോകും, പിന്നെ അടുത്തതിൽ അതിന് പ്രശ്നമില്ല. അത്രയും ഒരു കാഠിന്യം ഉണ്ടാവില്ല അടുത്തതിൽ. അതെ അതാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം ഇതൊക്കെ ഇത് സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാം ഇതാണ്. പക്ഷെ ഇതൊന്നും ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ജ്യോത്സ്യം മോശക്കാരനായി. അപ്പോൾ ജ്യോത്സ്യന്മാരെന്ത് ചോദിച്ചാൽ കുറച്ച് മൂർത്തികൾ എഴുതി കൊടുക്കും. ഇവർക്കറിയാം, ഞാൻ പറഞ്ഞ സ്ഥലം ഇതൊക്കെ ഇതിൻ്റെ രഹസ്യങ്ങളാട്ടോ, പുറത്ത് പറയാൻ പാടില്ല. നാളെ എന്നെ എന്തൊക്കെ അറിയാമെന്ന് അറിയില്ല. ഞാൻ അതിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞെന്ന് മാത്രം. അതാണ് കാരണം, ജനങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പോൾ ഇതുപോലെ ഈ ശത്രുക്കൾ ചില അസുഖങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചില ദുരന്തങ്ങൾ വരുമ്പോൾ ഒക്കെ ഇത് ശത്രുദോഷം കൊണ്ടാന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവില്ല? ഈ പൂജകൾ എന്ന് പറയുന്നത് ഏറെക്കുറെ മാനസിക പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ സ്ഥലം, നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു എനർജി ലെവലിൽ നമുക്കൊരു ബോഡിയിൽ അതിൻ്റെ ഒരു ഗുണം വരും, പോസിറ്റീവിന് വരും, ഒരു ആശ്വാസം കിട്ടും, ഒരു സമാധാനം കിട്ടും. ഇത് തന്നെയാണ് ഒന്നാമത്തത്. നമ്മൾ മുട്ടറുത്തു വിചാരിക്കുക, സപ്പോസ് മുട്ടറുത്തു, അവൾ മുട്ടറുത്ത് തിരുമേനി പറയാണ് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പിന്നെയും നെഗറ്റീവായി. ഇത് റെഡി ആയി എന്ന് പറഞ്ഞാൽ ഇയാളവിടെ പോസിറ്റീവായി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? മാഡം ചിന്തിച്ചു നോക്കൂ. എല്ലാം മനസ്സാണ് പ്രധാനം. നമ്മളെ മനസ്സിൽ അങ്ങനെ ശത്രു ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കണ്ടാവില്ല. നമ്മളങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ശത്രു എന്ന സംഭവം ഉണ്ടെങ്കിൽ അത് അവർ അനുഭവിച്ചോളും. അവർ നമ്മളോട് അസൂയപ്പെട്ടാൽ മേഡം നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഉത്തരമാണ്, അവരനുഭവിക്കും, സംശയം വേണ്ട. ഒരാൾ അങ്ങനെ അസൂയപ്പെട്ട് സംസാരിക്കുമെന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള അനുവാദമില്ല. ഈ ലോകത്ത് എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കണം, എല്ലാവർക്കും വേണം ഇവിടെ അധികാരം. ഇപ്പോൾ ഒരാൾ നന്നാവുന്നുണ്ട്, അത് അയാളെ മിടുക്കാണ് അല്ലേ? ഒരാളൊരു പൊസിഷൻ, അയാളെ തീവ്രമായ പരിശ്രമമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ദോഷം പറയല്ല വേണ്ടത്. അവൻ്റെ കാര്യം നേരെയാവല്ലോ, സന്തോഷം. അപ്പോഴാണ് ഇയാൾക്ക് പോസിറ്റീവ് വരുന്നത്. ഇപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് രക്ഷപ്പെട്ടാൽ എനിക്ക് അവനോട് ഒരു 10 രൂപ കടം ചോദിക്കാമല്ലോ, അല്ലേ? ഇത് അവൻ നശിച്ചു പോയാൽ ഞാൻ ആരോട് ചോദിക്കും? അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അതുപോലെ തന്നെ ഈ ശത്രുക്കളുടെ കാര്യം പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഈ കൂടോത്രം. അതായത് പല രീതിയിലും അതും കൂടെ കൂടിയിട്ടാണല്ലോ ശത്രുദോഷം എന്ന് പറയുന്നത്, അതും കൂടെ ഉൾപ്പെട്ടിട്ടാണല്ലോ. അപ്പൊ ഈ അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതുപോലെ ഒരു പരിഹാരം? അല്ല, ഈ കൂടോത്രം എന്ന് പറയുന്നത് ഇതൊരു വിശ്വാസമാണ്. എന്നെ കൂടോത്രം ചെയ്തു, എന്നെ നശിപ്പിച്ചു എന്ന് പറയുന്നത് നമ്മളൊരു കൂടോത്രം എന്നുള്ളൊരു വാക്ക് അങ്ങനെ ആയിപ്പോയതാണ്. കൂടോത്രം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അതങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് കൂടോത്രത്തിലേക്ക് കയറിപ്പോയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് എൻ്റെ സുഹൃത്തിനല്ല എൻ്റെ ആളെ നശിപ്പിച്ച് തരാൻ കഴിയൂല. കാരണം ഭഗവാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ മേഡത്തിൻ്റെതായ തലയിലേത്തുണ്ട്, എനിക്ക് എൻ്റെ തലയിലേത്തുണ്ട്. ഈ തലയിലേത്തിന് അവഗണിച്ചാൽ അതിന് പുറത്ത് ചാടാൻ ഒരു ശക്തി കഴിയില്ല. അതാണ് നാണാർത്ഥ ഭ്രാന്തൻ നമുക്ക് പഠിപ്പിച്ചത്. ഒന്നും നമുക്ക് ചെയ്യാനില്ല, ഒക്കെ നമ്മൾ എഴുതപ്പെട്ട മാതിരിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ വരുന്നൊക്കെ അയാളെ തലയിൽ എഴുതിയതാണ്. പിന്നെ നമ്മൾ കർമ്മ എന്നൊരു സംഭവമുണ്ട്, അതിൽ വളരെ സത്യമുണ്ട്. നമ്മളെ കർമ്മഫലം നമ്മൾ അനുഭവിക്കും. അപ്പോൾ നമ്മൾ നല്ലത് ഒരാൾക്ക് ചെയ്താൽ നമ്മളെടുത്ത് അയാൾ തന്നെയല്ല മറ്റുള്ള രീതിയിൽ നമുക്ക് അത് തിരിച്ചു കിട്ടും. അത് 100% സത്യമാണ്. അതാണ് സംഭവം. അപ്പോൾ നമ്മളെന്ത് വേണ്ട അറിയോ? മെയിൻ പോസിറ്റീവ്. അപ്പോൾ അവനെ അസൂയപ്പെട്ടാലും നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് ചില ആൾക്കാർ വരും. അപ്പോൾ ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, അവരെ സമാധാനിപ്പിക്കാൻ. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും വലിയൊരു അനുഭവമൊന്നുമില്ല. ഞാൻ പറയും നിങ്ങളൊരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു 100 മഞ്ഞപ്പൊടി കലക്കൂ, ഒരു പാക്കറ്റ് കല്ലുപ്പ് തലേന്ന് ഇട്ടു. ഈ വെള്ളത്തിലേക്ക് നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളിഷ്ടമുള്ള ദേവതേനെ, ഭദ്രകാളി ദേവതയിൽ പോയിട്ട് തലേന്നത്തെ പോകും നിർമാല്യം അത് കൊണ്ടുപോയിട്ട് അതിലിട്ടിട്ട് ഒന്ന് തളിക്കൂ, റെഡിയാവും. അപ്പോൾ ഇവരത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്നെ വിളിക്കൂ, പറയും സംഗതി ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ പറയും. എന്ന് മഞ്ഞപ്പൊടി ഉപ്പിലെന്തോ കാര്യമുണ്ടോ? ഉണ്ട്, അതിൽ എനർജി ഉണ്ട്. പക്ഷേ എല്ലാവരും അത് ഇവരെ മനസ്സും കൂടിയാണ് അതിലേക്ക് വരുന്നത്. കാരണം അങ്ങനെ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോകാൻ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർ വരും. അപ്പം അവരോട് ഇങ്ങനത്തെ ചില ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാനേ നിർത്തിയുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. നന്ദി.
ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.